എന്ന് നമ്മളെ പഠിപ്പിച്ചതാരാ? ആദ്യം ഇവരുടെ ചോദ്യം കേൾക്കുക. തെളിവ് ചോദിക്കണം എന്ന് ഇവരെന്നെയാ പറഞ്ഞത്. എല്ലാറ്റിലും തെളിവ് ചോദിക്കണം. ഇപ്പൊ ഇവരെ കയ്യിൽ ഒരു മുടി വന്ന് അതിന്റെ തെളിവ് ചോദിച്ചപ്പോ നിങ്ങൾ എന്തിനാ തെളിവ് ചോദിക്കുന്നത്? പറഞ്ഞങ്ങ് വിശ്വസിച്ചാ പോരെ. അതാദ്യം കേൾക്ക്. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞ മാത്രം തെളിവാ. അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല. ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സനതി ചോദിക്കുക. ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവേ. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? എവിടുന്നാ നമ്മളിത് മനസ്സിലാക്കിയത് എന്നാ നിങ്ങളിൽ തന്നെ കാണിച്ചു തരാം. ഒരു കാര്യം അണ്ണാക്ക് തൊടാതെ വിടുങ്ങാൻ പറ്റുമോ? പറ്റൂല എന്നാ മൂപ്പര് പറയുന്നേ. എനിക്ക് കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങൾ സക്കാഫികൾ അണ്ണാക്ക് തൊടാതെ വിടുങ്ങലില്ല, ഞങ്ങൾ തെളിവ് ചോദിക്കും. അതും ഷേറെ മുബാറക്ക് പ്രഭാഷണത്തിലാ. കാന്തപുരം പറഞ്ഞാൽ പോലും ഞങ്ങൾ അണ്ണാക്ക് തൊടാതെ വിടുങ്ങൂല എന്നാണ്. ഞങ്ങൾ തെളിവ് ചോദിക്കും. പറയട്ടെ. ഞാൻ ചോദിച്ചു, ഉസ്താദെ എവിടെയാ ഉള്ളത്? ചിലർക്കൊരു ധാരണ ഉണ്ട്, എന്റെ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാരായ സഖാബികളായ ഞങ്ങള് ഉസ്താദ് പറഞ്ഞ അണ്ണാക്ക് തൊടാതെ വിഴുകുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിഴുങ്ങരുത് എന്നാ ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞത്. ഏതും തെളിവ് പഠിക്കണം, തെളിവ് മനസ്സിലാക്കണം. ആ തെളിവ് തന്നെയാണ് ഞങ്ങളും ചോദിച്ചത്. പക്ഷേ ഷെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ടുണ്ട്. സനത് ചോദിച്ചപ്പോഴും സനത് പറഞ്ഞപ്പോഴും ഇനി അവസാനത്തൊരു സനത് ഉണ്ടല്ലോ, ഇങ്ങനെ കൈമാറ്റം വന്ന് അവസാനത്തെ ഒരാളുണ്ടല്ലോ, അഥവാ ആലങ്ങാപ്പൊയിൽ ഷേഖ് അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ. അമ്മനുഷ്യനെ പറ്റി കേരളത്തിലുള്ള മനുഷ്യന്മാര് മനസ്സിലാക്കിയതെന്താ? അയാൾ വിശ്വസ്തനാണോ സ്വീകാര്യനാണോ? സ്വീകാര്യോഗ്യനല്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം കേരളക്കാർക്കറിയാം. മുമ്പൊരിക്കൽ അദ്ദേഹം കുവൈത്തിൽ പോയിരുന്നു. അങ്ങനെ കുവൈത്തിൽ പോയിട്ട് ഒരു കരാറിൽ ഒപ്പിട്ട് തിരിച്ചു വന്നിരുന്നു. അങ്ങനെ കരാറിൽ ഒപ്പിട്ട് തിരിച്ചു വന്ന് കേരളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, അക്കരാറ് ശരിയല്ല, അപ്പറഞ്ഞത് ശരിയല്ല, ഇപ്പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട കരാറിനെ നിഷേധിച്ചിരുന്നു. പക്ഷേ ആധുനിക സംവിധാനങ്ങൾ അന്ന് ഒപ്പിട്ടിരുന്നതിന്റെ അറബി മൂലമടക്കം കേരളത്തിലേക്ക് വരികയും അഥവാ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടിന് അനുകൂലമായി അദ്ദേഹം ഒപ്പുവെച്ചു. കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ സമസ്തക്കാർ അയാളെ ചോദ്യം ചെയ്തു. നമ്മൾ അങ്ങനെ മടക്കലില്ലല്ലോ, നമ്മൾ പണ്ഡിതന്മാരിലേക്ക് മടക്കിയാ പോരെ, നിങ്ങൾ എന്തിനാ പോയി ഒപ്പിട്ടത് എന്ന് ചോദിച്ചപ്പോ ഞാൻ ഒപ്പിട്ടിട്ടില്ല, അവരെന്നെ നിർബന്ധിച്ചതാണ്, അതങ്ങനെയല്ല, അങ്ങനെ നുണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ട് കേരളക്കാർക്കറിയാം നിങ്ങളുടെ സത്യസന്ധത. പിന്നെയും നിങ്ങളുടെ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ബഹ്റൈനിൽ പോയില്ലേ? ബഹ്റൈനിൽ പോയിട്ട് അറാദ് പള്ളിയിൽ നമസ്കരിച്ചില്ലേ? ആ അറാദ് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ നമ്മുടെ സ്ക്രീനിലുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. സമയം വൈകുമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ അറാദ് പള്ളിയിൽ പോയി നമസ്കരിച്ച് പിറ്റേ ദിവസം വന്ന് പത്രക്കാരോട് പറഞ്ഞത്, പത്രക്കാരെ രേഖപ്പെടുത്തുകയാണ്, ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമുഅ നമസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിനു പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നെന്നും സുന്നി ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം മുസ്ലിയാർ അറിയിച്ചു. ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമുഅ പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊട്ടുടനെ പത്രത്തിൽ അറാദ് പള്ളിയിൽ നിസ്കരിച്ച ഒരു സഹോദരന്റെ കത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച പതിവ് പോലെ അറാദിലെ അൽ ജമിയത്തുൽ ഇസ്ലാമിയ പള്ളിയിൽ ജുമുഅക്ക് പോയി. പള്ളിയിലെത്തിയപ്പോഴാണ് ഖുതുബ നടന്നിരിക്കുന്നത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണെന്ന് മനസ്സിലായത്. കാന്തപുരം ബഹ്റൈനിൽ എത്തിയതായി പത്രത്തിലൂടെ അറിഞ്ഞെങ്കിലും ഈ പള്ളിയിൽ ഖുതുബ നടത്തുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. ജുമുഅക്കെന്നല്ല മറ്റു ജമാഅത്ത് നമസ്കാരങ്ങളിലും സ്ത്രീകൾ പങ്കെടുക്കാറുള്ള ഈ പള്ളിയിൽ ഖുതുബ നടത്താൻ തയ്യാറായ കാന്തപുരത്തിന്റെ ആർജവത്തിൽ അത്ഭുതവും സന്തോഷവും തോന്നി. എല്ലാ വക്തിനും അവിടെ പെണ്ണുങ്ങൾ വരാറുണ്ട്, ജുമുഅക്കും വരാറുണ്ട്. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പറയാണ്, ഒരൊറ്റ പെണ്ണും ആ പള്ളിയിൽ നിന്നുള്ള നുണ പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 100% വിശ്വസ്തരല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ വിശ്വാസക്കുറവ് തന്നെയാണ് നിങ്ങളുടെ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്,
കാന്തപുരത്തെ കേവലം മുജാഹിദുകൾക്കോ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കോ തബ്ലീഗുകാർക്കോ അല്ല വിശ്വാസക്കുറവുള്ളത്. സ്വന്തം തട്ടകത്തിൽ ഒരേ വിശ്വാസമെന്ന് പറയുന്ന EK വിഭാഗത്തിന് പോലും ഒട്ടും വിശ്വാസമില്ല. അമ്പലക്കടവ് പറയട്ടെ, നമ്മുടെ സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ വലിയ സംശയമാണ്. മാത്രമല്ല, അപ്പോൾ കണ്ണൂരിലൊരു നോട്ടീസ് ഇറങ്ങി എന്ന് അറിയാൻ സാധിച്ചു. നോട്ടീസിലുണ്ട്, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശേഷം വടിച്ച സമയത്ത് പല സ്വഹാബികൾക്കും കൈമാറി. അത് പിന്നീട് അന്യാധീനപ്പെട്ടു പോകും എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അറബ് സഹോദരനെ വിളിച്ചിട്ട് ഇത് ഭംഗിയായി കാത്തു സൂക്ഷിക്കാൻ ഒരു ഷെയ്ഖ് അബൂബക്കർ കേരളത്തിലുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തിക്കാൻ ഓർഡർ കൊടുത്തതാണ്. നോട്ടീസിൽ അവർ എഴുതും ചെയ്തു. ഈ തോതിലൊക്കെ അങ്ങനെ നബി തങ്ങൾ നേരിട്ട് കാന്തപുരത്തിന് മുടി കൊടുക്കാൻ ആവശ്യപ്പെടേ തൻ്റെ വിശുദ്ധ കേശം. അപ്പം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല എന്ന് മാത്രമല്ല, ആരും വിശ്വസിക്കൂല. കാരണം കാന്തപുരവും തങ്ങളും തമ്മിലുള്ള ഈ ദീനിയായ ബന്ധം നമുക്കൊക്കെ അറിയാം, പരക്കറിയാം. അതുകൊണ്ട് തന്നെ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറേ ആമുഖം തയ്യാറാക്കണം. കുറേ ആമുഖം ഉണ്ടെങ്കിൽ ആളുകൾ സത്യം മനസ്സിലാക്കൂ. അപ്പോൾ കാന്തപുരത്തിന് നബി തങ്ങളുമായി വലിയ ബന്ധമാണ് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി വ്യവസ്ഥാപിതമായ നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. കാന്തപുരം ഇടയ്ക്ക് കാന്തപുരത്തിന് തങ്ങളിൽ സ്വപ്നം കാണുന്ന അനവധി ആൾക്കാരുടെ ഒരു കൂട്ടത്തിൽ. അപ്പൊ സ്വപ്ന കഥയാണ് ഇവിടെ ഇനി കാണാൻ പോകുന്നത്. അഥവാ സ്വപ്നം കണ്ടു. ഇത് വളപട്ടണത്ത് പുറത്തിറക്കിയ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം എന്ന നോട്ടീസാണ്. ഈ നോട്ടീസിൽ പറയുന്നത്, ഹജ്ജത്തുൽ വിദായിൽ സഹാബിയെ ഏൽപ്പിച്ച അവിടുത്തെ വിശുദ്ധ കേശം പ്രസിദ്ധമായ ഖസറജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്ത് ഹബീബ് നബിയുടെ നിർദ്ദേശപ്രകാരം വന്ധ്യരായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. അപ്പൊ നബി പറഞ്ഞതാ, എന്ത് മർക്കസ് കൊണ്ടുപോയി വച്ചോ മുടി. ഈ സ്വപ്ന കഥ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നാ ആര് പറഞ്ഞത്? അമ്പലക്കടവ്. കാരണം എന്താ? നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണണോ? എന്നാൽ ടിക്കറ്റ് കൊടുക്കുന്നത് കാന്തപുരായിരിക്കുന്നതാണ്. ഇത് ഇന്നലെ പറഞ്ഞപ്പോൾ രസകരമായൊരു സംഭവം ഉണ്ടായി. അത് പറയുന്നതിന് മുമ്പ് ഈക്കക്കാർക്കൊന്നും ഇനി നേർക്ക് നേരെ റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല. കാരണം ഒരു ഇപ്പുറത്തേക്ക് ഓതിയിരിക്കുന്നത് മുനാഫിക്കിന്റെ ആയത്ത്, ഇനി അപ്പുറത്തേക്ക് ഓതിയിരിക്കുന്നത് കാഫിരിങ്ങളായത്ത്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തവും ദർശനവും ഒക്കെ കിട്ടണമെങ്കിൽ എനിക്ക് കാന്തപുരത്തിന്റെ ടിക്കറ്റ് വേണ്ടിയിരുന്നാണ്. അത് കേട്ടോളി നിങ്ങൾ. അത് പറയുന്നത് മായ സ്വപ്നങ്ങളുടെ കഥകളാണ് വ്യാപകമായി വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. കാന്തപുരവും മർക്കസും എന്ന പേരിൽ പുറത്തിറക്കിയ ഒരു CD-യിൽ പറയുന്ന ആശയം എന്താണെന്നോ? ഒരു ഈക്കക്കാർ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. ആൾ സ്വപ്നം കാണാൻ ആഗ്രഹിച്ച് കുറേ സ്വലാത്ത് വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ആ നീണ്ട ക്യൂ ആണ്, ഒരു വലിയ സൊഫ്. അത് നിന്ന് ഇവർക്ക് ഇങ്ങനെ പോയി കാണാം. ഒരു റൂം